ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹർ നോക്കുമ്പോഴേക്കും സരയെ ഒളിച്ചും പാത്തും ആ ഒരു മരിയ എന്ന് പറഞ്ഞ പെണ്ണിന്റെ ഫ്ലാറ്റിന്റെ പുറകത്ത് വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കലാണ്, കൊട്ടലാട്ടോ. ഇത് മനോഹർ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ഈശ്വര, അവൾ എന്നെ ഫോളോ ചെയ്ത് തന്നെ വന്നത് തന്നെ, ഇനിയിപ്പോ ഇത് എന്താ എന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മനോഹർ ഇങ്ങനെ ഓടി പോകുമ്പോഴേക്കും ഒരു വലിയൊരു കോൺഫറൻസ് ഹാളിന്റെ അവിടെ എത്തുവാട്ടോ. അവിടെ കോൺഫറൻസ് നടക്കുന്ന കാര്യമൊന്നും മനോഹറിനെ അറിയില്ല. മനോഹർ ആ കോൺഫറൻസ് ഹാളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അപ്പം മരിയ എന്ന് പറഞ്ഞ ആ പെണ്ണും കുറച്ച് വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ മനോഹരനെ കാണുമ്പോഴേക്കും അതിലൊരാൾ ചോദിക്കണ്ടേ, അല്ല ആരാ നീ എന്ന് ചോദിക്കുകയാണ്. ഹു ഇസ് ദിസ് എന്ന് ചോദിക്കുമ്പോഴേക്കും മരിയ പറയുന്നുണ്ട്, അയ്യോ സർ, ഇതെന്റെ ഫ്രണ്ടാണ് മനോഹർ. ഓ, നിങ്ങളുടെ മരിയയുടെ ഫ്രണ്ടാണോ? കം കം സിറ്റ് സിറ്റ് എന്ന് പറയാണ്. അങ്ങനെ മനോഹർ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ശേഷം അവിടെ നെളിഞ്ഞിരിക്കട്ടെ കസേരയിൽ മനോഹറും അവിടെ എന്തോ കോൺഫറൻസ് നടക്കുന്ന പോലെ അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം സരിയാണെങ്കിൽ കുറെ പ്രാവശ്യം ബെല്ലടിച്ചിട്ട് ആരും തുറക്കാത്തതുകൊണ്ട് തന്നെ നിലത്ത് റിസപ്ഷനിൽ വരുവാണ്. എന്നിട്ട് ആ റിസപ്ഷനിലേക്ക് പെണ്ണിനോട് ചോദിക്കേണ്ടത്, അതെ ആ നിങ്ങൾ പറഞ്ഞ റൂമിൽ ആരും ഇല്ലല്ലോ, ഞാൻ ഒരുപാട് പ്രാവശ്യം ബെല്ലടിച്ചു, ആരും തുറന്നില്ല എന്ന് പറയുമ്പോൾ, അയ്യോ മാഡം, ചിലപ്പോ മരിയ മാഡം ഏതെങ്കിലും കോൺഫറൻസിലായിരിക്കും. കോൺഫറൻസോ അത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ, അത് ഇവിടെ തന്നെയാ മാഡം, ഇവിടെ മീറ്റിങ്ങും കോൺഫറൻസും മാരേജ് അങ്ങനെ പല സംഭവങ്ങളും ചെറുതായിട്ട് നടത്താനുള്ള ഒരു ഹോൾ ഉണ്ട്, അവിടെ ആയിരിക്കും എന്ന് പറയണം. അത് എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും അത് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ റൂമാണ് മാഡം. ശരിയെന്ന് പറഞ്ഞിട്ട് സരി അങ്ങോട്ടേക്ക് പോകുമ്പോൾ, മാഡം അങ്ങോട്ടേക്ക് പോകല കേട്ടോ, അവിടെ വലിയ വലിയ കോൺഫറൻസ് നടക്കുമ്പോൾ ആരെയും അകത്തേക്ക് കയറ്റി വിടില്ല. അതെ, ഞാൻ നിങ്ങൾ പറഞ്ഞ മനോഹറിന്റെ ഭാര്യയാണ്, അവിടെ എന്റെ ഭർത്താവ് കോൺഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ കയറിപ്പോയാൽ ഒരു കുഴപ്പമില്ല. ശരി മാഡം, എങ്കിലും മാഡം പോയിക്കോ എന്നാ അവര് പറയാണ്. അങ്ങനെ സരിയോ നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. മനോഹർ അങ്ങനെ കോൺഫറൻസിൽ ഇരിക്കുന്ന പോലെ നിളി ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുകയാണ്. മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടെ, അവരിങ്ങനെ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്ത് തേങ്ങയാണോ പറയണത്, ഒന്നും മനസ്സിലാവുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അത് സരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സരി നമുക്ക് കോൺഫറൻസ് ഹാളിന്റെ മുമ്പിൽ ചെറിയൊരു വട്ടമുണ്ട്, അതായത് ഹോളുണ്ട്. ഹോൾ എന്ന് വെച്ചാൽ അതിനകത്തേക്ക് സംഭവങ്ങൾ കാണാൻ പറ്റുന്ന ചെറിയൊരു ഗ്ലാസ് ഉണ്ട്. അപ്പൊ ആ ഗ്ലാസ്സിൽ കൂടി സരിയു ഇങ്ങനെ നോക്കുമ്പോഴേക്കും മനോഹർ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. മനോഹർ ഇടങ്ങണിട്ട് നോക്കുമ്പോൾ സരിയു അവിടെ നിൽക്കുന്നതായിട്ട് മനോഹറിനെ മനസ്സിലാവുന്നുണ്ട്. മനോഹർ വേഗം തന്നെ കോൺഫറൻസ് ഹാളിൽ എന്നിട്ട് യെസ് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ തലയൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അത് കാണുമ്പോൾ സരിയുവിനെ മനസ്സിലായി, മനുവേട്ടൻ ഏതോ വലിയൊരു മീറ്റിംഗിനെ വന്നെന്ന് മനസ്സിലായിട്ടോ. സരിയൊക്കെ സന്തോഷം കൊണ്ട് സരി വേഗം നിലത്തേക്ക് ഇറങ്ങി പോകുവാണ്. സരിയു പോയിന്ന് മനസ്സിലാവും. മനോഹർ ആവും സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. സരിയു വേഗം നിലത്തേക്ക് വന്നിട്ട് ആ റിസപ്ഷനിൽ പോയി പറയണ്ട, അതെ ഞാൻ മനുവേട്ടനെ കണ്ടു, മനുവേട്ടൻ അവിടെ മീറ്റിംഗിലാണ്. അതല്ലേ മേഡം ഞാൻ പറഞ്ഞ മീറ്റിംഗിലായിരിക്കുമെന്ന്. അതെ, ഞാനിവിടെ വന്ന കാര്യം മനുവേട്ടനോട് പറയണ്ട കേട്ടോ. അതെന്താ മേഡം പറഞ്ഞാല്, മേഡത്തിന്റെ ഭർത്താവല്ലേ, പറഞ്ഞാൽ എന്താ കുഴപ്പം? പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞാനേ പുറത്തേക്ക് പോയപ്പോ മനുവേട്ടൻ ഇങ്ങോട്ട് കേറുന്നത് കണ്ടു, അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വെറുതെ വന്നതേ ഉള്ളൂ. ഞാൻ വന്ന കാര്യം മനുവേട്ടനോട് പറയണ്ട. ശരി, മേഡത്തിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പറയുന്നില്ല, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോവുകയാണ്. മനോഹർ ആണെങ്കിൽ സരിയു പോയിന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ കോൺഫറൻസ് ഹാളിൽ നിന്ന് എഴുന്നേറ്റ് വേഗം നിലത്തേക്ക് പോവാണ്. സരിയു പോയിന്ന് മനസ്സിലാക്കുമ്പോൾ സമാധാനത്തോടെ മനോഹർ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആ മരിയ എന്ന് പറഞ്ഞ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ മനോഹർ, ആ മരിയ. മനോഹർ ഇങ്ങനെ ഇടിച്ചു കയറി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെ, കാണാതെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി? അതെ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, ഒരുപാട് വീഡിയോ കോളും ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. അതെ, പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മരിയക്ക് എന്നെ മനസ്സിലാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഈ ശബ്ദം എനിക്ക് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അല്ല വാ, നമുക്ക് റൂമിൽ സംസാരിച്ചാലോ? അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോകണം. റൂമിൽ എന്നിട്ട് വാതിൽ കുറ്റിയായിട്ടോ മരിയ പറയുന്നുണ്ട്, അതെ നമ്മൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ, പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അല്ല, വിവാഹത്തിനെ കുറിച്ച് മനോഹറിന്റെ അഭിപ്രായം എന്താ? എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്റെ കാര്യങ്ങളൊക്കെ മനോഹറിന് അറിയാലോ, ഞാൻ അമേരിക്കയിൽ ജനിച്ചതും വളർന്നതൊക്കെ. ഇവിടെ ചെറിയ മീറ്റിങ്ങും കുറച്ച് പഠിത്തത്തിന്റെ കാര്യമായിട്ട് വന്നതാണ്. ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോകും. നമ്മൾ വിവാഹത്തിലേക്ക് നമ്മുടെ ബന്ധം പോകുന്നുണ്ടെങ്കിൽ മനു എന്റെ കൂടെ അമേരിക്കയിലേക്ക് വരുമാവോ? അതിലെന്താ, ഞാൻ വരല മരിയയുടെ കൂടെ. എനിക്ക് വിസയും പിന്നെ അവിടെ ചെറിയൊരു ജീവിക്കാനുള്ള സെറ്റപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് വരാം. അതെ, ഇനി വേറൊരു ബിസിനസ് തുടങ്ങണോ? എന്റെ ബിസിനസ്സിൽ പാർട്ട്ണർ ആയിക്കൂടെ? ഞങ്ങൾക്ക് കോടികൾ ഒരു മാസം ഉണ്ടാക്കാൻ സാധിക്കും. മനോഹരന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുക ടീശ്വര. എങ്കിൽ ഇവളുടെ കൂടെ തന്നെ കൂടിയിട്ടേ ഉള്ളൂ കാര്യം എന്ന് വിചാരിക്കുകയാണ്. ശരി മരിയ, എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ മനോഹരന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമല്ലോ. ഞാൻ ഒരാളുടെ ഭാര്യയായിരുന്നു, എന്റെ വിവാഹം കഴിഞ്ഞതാണ്. മനോഹരായിട്ട് വിവാഹം കഴിക്കാമെങ്കിൽ അതിന്റെ രണ്ടാം വിവാഹമായിരിക്കും എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അതെ ഞാനും മരിയടുത്ത് പല കാര്യങ്ങളും ഇനി തുറന്നു പറയാം. എന്റെ വിവാഹവും കഴിഞ്ഞതാണ്. അല്ല, മരിയയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് ഇപ്പൊ ജീവനോടെ ഉണ്ടോ? ഉണ്ട്, ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഡിവേഴ്സ് ആയതാണ്. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനോഹർ ഒരു കഥ അങ്ങോട്ട് പറയാണ്. എന്റെ ഭാര്യയായിട്ട് ഞാൻ 6 മാസേ ജീവിച്ചുള്ളൂ. നല്ല സുഖ ജീവിതമായിരുന്നു. ഈശ്വരന്മാർക്ക് അത് കണ്ടിട്ട് അസൂയ മൂത്തു. എന്റെ ഭാര്യനെ അങ്ങ് എടുത്തു, അവൾ മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞിട്ട് മനോഹർ 2 തുള്ളി കണ്ണീരിങ്ങനെ വിതുമ്പി കളയാണ്.
മരിയ പറയുന്നുണ്ട്, സാരമില്ല മനോഹർ, ചേരേണ്ടവരല്ലേ ചേരുള്ളൂ. എനിക്ക് മനോഹറിനെ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുമ്പോൾ മനോഹർ പറഞ്ഞിട്ട് എനിക്കും മരിയനെ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയാണ്. അങ്ങനെ അവരെ അവിടെ ചേർന്നിരിക്കാട്ടോ. അവർ തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമായിട്ടുള്ളത് ഉള്ളത് ഇതുവരെ. അതിനുശേഷം പിന്നീട് കിടക്കുന്ന സരയുനെയാണ്. സരയു നേരെ വീട്ടിലേക്ക് വരുവാണ്. രാഹുലിന്റെ കൈയാണെങ്കിൽ തടവിക്കൊണ്ടിരിക്കാട്ടോ ഷാരി. ആ സമയത്ത് രാഹുലിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൈ തടവാൻ വല്ല ആയുർവേദ കേന്ദ്രത്തിൽ പോകേണ്ടി വരും. നിങ്ങളുടെ കൈ തടവാൻ ഒരാൾക്ക് സാധിക്കില്ല, 2 പേര് 3 പേര് പിടിച്ചാൽ മാത്രമേ കൈയൊക്കെ തടവാൻ പറ്റുള്ളൂ. അതെ ഷാരി, ആരായാലും ചില സമയത്ത് കിടന്നൊക്കെ പോകും. അതെ, കിടന്നു പോകുന്നുള്ള കാര്യം ശരിയാ, നിങ്ങൾക്ക് കിടക്കാനുള്ള പ്രായമായില്ലോ. ഇത് മനഃപൂർവ്വം നിങ്ങളുടെ അനന്തരം തല്ലി ചതച്ചതല്ലേ. ആ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുമ്പോൾ സാരി അങ്ങോട്ടേക്ക് വരുവാണ്. ആ മോളെ, നീ എവിടേക്ക് പോയതായിരുന്നു? അതെ, നിങ്ങൾ രണ്ടുപേരും എന്റെ തലക്ക് സ്വൈര്യം തരുന്നില്ലല്ലോ. മനുവേട്ടൻ എപ്പോഴും സംശയിക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ സംസാരിക്കാറ്? നിങ്ങൾ മാത്രല്ല, പല ആൾക്കാരും അങ്ങനെ സംസാരിക്കാറുണ്ട്. ആ സംശയം മാറ്റാൻ വേണ്ടിട്ടാ ഞാൻ പോയത്. പാവം എന്റെ മനുവേട്ടന, ഞാൻ വെറുതെ സംശയിച്ചു. ഞാൻ ഹോട്ടലിലേക്ക് പോയപ്പോ മനുവേട്ടൻ വലിയ വലിയ ആൾക്കാരായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് എന്നെ കണ്ടില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയാണ്. ഇനി എന്റെ മനുവേട്ടനെ കുറിച്ച് ആരും അപവാദം പറയാൻ പാടില്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സരിയു മുകളിലേക്ക് പോവാണ്. രാഹുൽ ചോദിക്കണ്ട്, അല്ല ഇവൻ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു ഷാരി? ആ, ഇവള് വരുന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു കാണുമായിരിക്കും. അതിനുള്ള സെറ്റപ്പൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. ഇവളുടെ കണ്ണ് മൂടിക്കെട്ടി, അതെന്നെ സംഭവിച്ചത്. ഈശ്വര, അവന്റെ കയ്യും കാലും തല്ലിയൊടിച്ച് മൂലക്കിടാൻ ആരും ഇല്ലല്ലോ എന്ന് ഷാരി പറയും. രാഹുൽ പറയുമ്പോ ഷാരി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് അതിന് പറ്റൂലായിരുന്നു, പക്ഷെ നിങ്ങളെ കിടപ്പിലാക്കിയല്ലോ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഷാരി ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് ആ സായാഹ്നത്തിലേക്ക് എത്തിയിരിക്കാട്ടോ. അവിടെ അകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ മാഡം ഓഫീസിലേക്ക് പോകുമ്പോൾ മാഡം പറയുന്നുണ്ട്, ആരാ? മാഡം ഞാൻ പ്രകാശനാണ്. ഓ മനസ്സിലായി, അകത്തേക്ക് വാ. പ്രകാശൻ, എനിക്ക് ഭാനുമതിയുടെ അമ്മയുടെ മകൻ അല്ലേ? കണ്ടപ്പോ ഇവിടെ മുഖച്ഛായ തോന്നിയായിരുന്നു. അല്ല പ്രകാശൻ എന്താ ഇവിടെ വന്നത്? അമ്മേനെ കാണാൻ വന്നതാണോ? അതെ, അമ്മേനെ കാണാൻ മാത്രല്ല മേഡത്തിന്റെ അടുത്ത് ഒരു സഹായം ചോദിക്കാൻ വരുന്നതാണ്. സഹായമോ? ഞാനെന്ത് സഹായം ചെയ്യേണ്ടത്? മേഡത്തിന് അറിയാലോ, കയറി കിടക്കാൻ ഒരു സ്ഥലം പോലും എനിക്കില്ല. എന്റെ ഒരു കാലിന് സ്വാധീനം പോയി, മറ്റേ കാല് വെച്ചിട്ട് ഈ വഴിയുടെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത്. ഉണ്ണാനും ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല. മേഡം, എനിക്കിവിടെ ഒരു സ്ഥലം തരണം, ഒന്ന് തല ചായ്ക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട്. എടോ, തന്റെ കാല് എങ്ങനെയാണ് തല്ലി ചതഞ്ഞത് എന്ന് ചോദിക്കുമ്പോ, അത് മേഡം വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. ഭാനുമതി അമ്മ എല്ലാം പറഞ്ഞു. കല്യാണ മേഡത്തിനെ കൊല്ലാൻ നോക്കിയത് കൊണ്ടല്ലോ തനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. തന്നെ ഇവിടെ നിർത്താൻ പറ്റില്ലടോ, എനിക്കത് ഒട്ടും താല്പര്യമില്ല. അഥവാ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. താൻ പോവാൻ നോക്ക്, ഇവിടെ നിർത്താൻ പറ്റില്ല. മേഡം പ്ലീസ് മേഡം, എനിക്കൊരു ഒരു ചെറിയൊരു സ്ഥലം തന്നാൽ മതി മേഡം. എനിക്ക് അത്രയ്ക്കൊരു അവസ്ഥ ആയതുകൊണ്ടാണ്. എടോ, തന്റെ സ്വഭാവത്തിനെ, തന്നെ ഇതിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത ആളാ. പിന്നെ ഭാനുമതിയുടെ മകനായതുകൊണ്ട് ഞാൻ സംസാരിച്ചത് തന്നെ. ഏതായാലും താൻ തന്റെ അമ്മേനെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത്. താൻ കണ്ടിട്ട് പോയിക്കോ. പിന്നെ എങ്ങനെ തന്നെ ഇവിടെ നിർത്തണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം മേഡം. എന്റെ കാര്യം ഒന്ന് മുഖവരക്ക് എടുക്കണം. എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് ഇവിടെ കയറ്റാൻ വേണ്ടി മേഡം വിചാരിക്കണം. ഞാൻ ശ്രമിക്കാം, താൻ പോവാൻ നോക്ക്. പക്ഷേ ഞാൻ ശ്രമിച്ചാലും ബാക്കിയുള്ള ആൾക്കാരൊന്നും തന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ലടോ, പ്രത്യേകിച്ച് തന്റെ അമ്മ എന്ന് പറയാണ്. താഴെ തന്റെ അമ്മേനെ കണ്ടു പോയിക്കോ എന്ന് പറയാണ്. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് പ്രകാശ് നേരെ ഭാനുമതിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാട്ടോ. അമ്മേ, നീ എന്തിനാണ് പ്രകാശ് ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മ പറഞ്ഞിട്ട് ഇവിടെ എനിക്കൊരു മുറി എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരണം അമ്മേ. എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാമ്മേ. നീ അനുഭവിക്കണോടാ, നീ നന്നായിട്ട് അനുഭവിക്കണം. നീയേ ഇപ്പോഴും നിന്റെ ദുഷ്ടത്തരത്തിന് ഒരു കുറവുമില്ല. ചിന്തിക്കാനും മാറി ചിന്തിക്കാനും മാറ്റം വരുത്താനും ഒരുപാട് സമയം നിന്റെ മുമ്പിൽ ഉണ്ടായതല്ലേടാ. നീ ഒന്നിനും പറ്റില്ല നിനക്ക്. നിന്റെ 3 മക്കളുടെ മുമ്പിൽ കൈ നീട്ടിയ നിന്നെ അവര് സഹായിച്ചാനെ, പക്ഷെ അതൊന്നും നിനക്ക് പറ്റില്ല. എടാ പ്രകാശ, നീ പോവാൻ നോക്കടാ. ഞാന് ഇവിടെ കഴിയണത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടാ, എന്റെ ഇഷ്ടം കൊണ്ടാ. പിന്നെ എന്നെ കല്യാണിയും കാദംബരിയും അതുപോലെ തന്നെ കാർത്തിക മോളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക അവരുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ. പക്ഷെ ഞാൻ എവിടേക്കും പോണില്ല. എനിക്ക് തലചായ്ക്കാൻ പല സ്ഥലവും ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിൽക്കണതാ. പക്ഷെ നിനക്ക് തലചായ്ക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. ജയിലിൽ ഒരുത്തനില്ലടാ, അവന്റെ കൂടെ പോയി വേണമെങ്കിൽ കിടന്നോ. അമ്മ ഇങ്ങനെ പറയില്ല അമ്മേ, എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്ത് മാറ്റമാണ് നിനക്കുള്ളത്? നിനക്കൊരു മാറ്റവും ഇല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് പ്രകാശ എന്ന് പറയാണ്. അമ്മയെന്ന് പറയുമ്പോ വേണ്ട, നീ ഒന്നും പറയണ്ട. നിന്റെ ഒരു കാലിൽ ഞാൻ തല്ലി ഒടിച്ചുള്ളൂ, നീ അധികം നേരം നിന്നാ നിന്റെ 2 കാലിനെ തല്ലി ഒടിക്കും എന്നൊക്കെ അമ്മൂമ്മ പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.